ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഒരുപാട് വീഡിയോസുകളിലും സിനിമകളിലും ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടുള്ള ആടുജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ പകർത്താനുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. അത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും എങ്ങനെയാണ് അവരുടെ ജീവിതശൈലി എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും അത് അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ് കേട്ടോ. പക്ഷെ എന്താ ഉണ്ടായതെന്നതെന്ന് ഞാൻ ഈ വീഡിയോന്റെ ഇടയിൽ പറയാം കേട്ടോ. നമ്മളെ UAE കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് കണ്ടിട്ടില്ലേ? UAEയുടെ ബുർജ് ഖലീഫിനെ കുറിച്ചും ഗ്രാൻഡ് മാസ്കിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് നല്ല നല്ല ഹൈ ലെവലിലുള്ള വീഡിയോസ്. പക്ഷേ ഞാൻ അങ്ങനത്തെ വീഡിയോസുകളൊന്നും അല്ലാട്ടോ കാണിക്കുന്നത്. നമ്മുടെ UAEയിലെ ഗ്രാമങ്ങളിലെ അവരുടെ യഥാർത്ഥ ജീവിതശൈലിയും പിന്നെ UAEയുടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചും ഒക്കെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്നവരൊന്ന് കൂടെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. ഇതാ ഈ മരുഭൂമിയുടെ നടുക്കാണ് ഫാം ഉള്ളത്. ഒരു ഷെഡ് പോലെ ഇവിടെ കാണുന്നില്ലേ, അതാണ്. അവിടെയാണ് ഒരുപാട് ഒട്ടകങ്ങളായിട്ടും ഒരുപാട് ആടുകളും കോഴികളൊക്കെ ആയിട്ട് രണ്ടുപേര് താമസിക്കുന്നു കേട്ടോ. അപ്പോൾ ബായോ, നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അവരുടെ ടൈം ആയപ്പോൾ അവരുടെ മെയിലൊക്കെ കഴിഞ്ഞ് ഒട്ടകങ്ങളും ആടുകളും ഒക്കെ തിരിച്ചു വരികയാണ് കേട്ടോ. ഇവിടെ UAEയിൽ ഒട്ടക റൈസിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1.5 മില്യൺ ദിർഹംസ് എങ്ങാണ്ടാണ് ഫസ്റ്റ് പ്രൈസിന് കിട്ടുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു ജാതി എമൗണ്ട് കിട്ടും. അപ്പോൾ അവർ അങ്ങനെ ഈ ക്യാമൽ റേസിങ്ങിന് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ഇയർലി ബേസിലായാലും മന്ത്ലി ബേസിലായാലും ഒരുപാട് പ്രോഗ്രാമുകളും ഫെസ്റ്റിവലും ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടത്തുന്നത്. ഒരുത്തനാണാവോ ഒരുത്തിയാന്നറിയില്ല, അതിൻ്റെ ഏറ്റവും ഹൈന്ന് വന്നിട്ട് വീഴാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വരിക കേട്ടോ. അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് തന്നെ വരുന്നുണ്ട്, ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്. ഇവരൊക്കെ ഒരു ദിവസം ഇത്ര കിലോമീറ്റർ അവരെ നടത്തിക്കണം എന്നുണ്ട് കേട്ടോ. ഈ ഒട്ടകങ്ങളായാലും ആടുകളൊക്കെ ആയാലും. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ മരുഭൂമിയുടെ നടുക്കിലേക്ക് പോവരെ കൊണ്ട്. നമ്മളിവിടെ വന്ന ടൈം എന്ന് പറഞ്ഞത് ഒരു 6 മണി ആ ടൈം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴും അത്യാവശ്യം ചൂട് ഇവിടെ ഉണ്ട് കേട്ടോ. പറയുമ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റ് സ്റ്റാർട്ട് ആയിട്ടില്ല UAEയിൽ. എന്നിട്ടും ഒരു എനിക്ക് 40-45 ആ ടൈം ആ ഒരു ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ക്ലൈമറ്റ് ഉള്ളത്. അപ്പോഴും ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഓക്കെയാണ്. പക്ഷെ ഇത് നല്ല ചൂടുള്ള ടൈമിൽ ഒരു 50ൻ്റെ മുകളിലൊക്കെ ആയി കഴിഞ്ഞാലും ഇവർ ഇത് ചെയ്യണം. അപ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു തളർച്ച എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പോലും ഒരു ഇടം ഉണ്ടാവില്ല. പിന്നെ അവിടെയൊക്കെ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടോയെന്നും കൂടെ അറിയില്ല. എന്നിട്ടും അവർ സഹിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിലെ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടപ്പിറപ്പിൻ്റെയും ഒക്കെ നിലനിൽപ്പിനും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടല്ലേ.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു കാലത്ത് വയ്യാണ്ടവർ നാട്ടിലെത്തുമ്പോൾ ഒന്ന് അവർ തള്ളിപ്പറയാതിരിക്കാനെങ്കിലും ശ്രമിക്കാം. നമ്മൾ നാട് വിട്ടിട്ട് എത്ര നല്ല ജോലിയാണോ എത്ര നല്ല സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാലും നാട് വിട്ട് കഴിയാന്ന് പറയുന്നത് അത്ര നല്ല ഒരു സുഖമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നാൽ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. 2 പേര് ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരാളാണ് ട്ടോ. അപ്പോൾ അവരവിടെ വൈകിട്ടത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്കാണ്. അവിടെ ഒരു ഷെഡ് പോലെ കാണുന്നുണ്ടല്ലോ, അതിലാണ് അവര് കിടക്കുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ ട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ആടുകളെ ക്കുള്ള കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവര് മേലൊക്കെ കഴിഞ്ഞ് കൂട് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡും വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരത് ഓപ്പൺ ആക്കി കൊടുക്കും. നമ്മുടെ ഇവിടെ തണുപ്പ് കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് ട്ടോ. നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവരെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന്. അത് നടക്കാതെ പോയത് വേറൊന്നും കൊണ്ടല്ല ട്ടോ. ഇതിന്റെ ഈ ഫാമിന്റെ ഓണർ ഇവരെ അർബാബ് വന്നിട്ടുണ്ടായിരുന്നു. ആള് വന്നത് ഡോക്ടറുമായിട്ടാണ്. എന്തോ ഒട്ടകങ്ങൾക്ക് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കുന്നതൊന്നും അത്ര ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല ട്ടോ. അപ്പോൾ അതിന്റെ തിരക്കിൽ പെട്ട കാരണം അവർക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്താണ് ഈ ഫാം ട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട് ട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രേ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതായത് ഈ ഫാം എന്ന് പറയുന്നത് മെയിൻ റോഡുമായിട്ട് കണക്റ്റ് ആണ്. പിന്നെ നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ലഭിക്കുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ഇവരുടെ ഓണർ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുന്നു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും, ഒറ്റപ്പെട്ട ലൈഫാണ്, കൂടുതൽ ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായ ബുദ്ധിമുട്ട്, ക്ലൈമറ്റിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ളതിൽ നിന്ന് നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ യുഎഇനെ കുറിച്ച് അധികം ആരും കാണിക്കാത്തതും പറയാത്തതുമായ കുറച്ച് നല്ല വീഡിയോസുകളായിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും മാസലാമ.